കോഴിക്കോട് ജില്ലയിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി കെ.എസ്.ഇ.ബി. ജില്ലയിൽ പല ഭാഗത്തും അരമണിക്കൂർ കൂടുതൽ വൈദ്യുതി തടസ്സപ്പെട്ടു. വിവരങ്ങളുമായി അരുൺ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ജില്ലയുടെ പല ഭാഗത്തും ഈ അരമണിക്കൂർ കൂടുതൽ വൈദ്യുതി തടസ്സപ്പെട്ടെന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. എന്താണ് നിലവിലെ സ്ഥിതി? അവന്തിക, ഇന്ന് വൈകിട്ട് 6:30 മണിയോട് കൂടിയാണ് കോഴിക്കോട് ജില്ലയിലെ വിവിധ സബ്സ്റ്റേഷനുകളുടെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഈ ഒരു അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഉണ്ടായിരിക്കുന്നത്. 6:30 മണിക്ക് ആരംഭിച്ചുകൊണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്ന ലോഡ് ഷെഡിംഗ്. ഇതുമായി ബന്ധപ്പെട്ട് കെ.എസ്.ഇ.ബി. അധികൃതരെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരാഞ്ഞിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹൈ ടെൻഷൻ ലൈനിൽ വന്ന വൈദ്യുതിയുടെ കുറവ് കാരണമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു ക്രമീകരണം വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്നുള്ള ഒരു അല്ലെങ്കിൽ ആ ഒരു അറിയിപ്പാണ് കെ.എസ്.ഇ.ബി. അധികൃതരും അതുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരും നൽകുന്നത്. ഈ തൊട്ടടുത്ത നിമിഷങ്ങളിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പ്രദേശത്തും ഞാൻ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ അരമണിക്കൂറിലേറെ വൈദ്യുതി തടസ്സപ്പെട്ടിരുന്നു. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കെ.എസ്.ഇ.ബി. ഈ ഓഫീസുകളിൽ ബന്ധപ്പെടുമ്പോൾ യാതൊരു മുന്നറിയിപ്പും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലുള്ള സബ്സ്റ്റേഷനുകളിലും കെ.എസ്.ഇ.ബി. ഓഫീസുകളിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് മുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണം നടത്താനാണ് കെ.എസ്.ഇ.ബിയുടെ ഉന്നത അധികാര കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഈ ഇക്കാര്യത്തിലുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയതായാണ് സൂചന. പക്ഷേ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങിന്റെ പ്രകാരം ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കെ.എസ്.ഇ.ബി. ഓഫീസുകളിലേക്ക് പരാതി പ്രഭാവങ്ങളാണ്, അല്ലെങ്കിൽ ഫോൺ കോളുകളിലൂടെയുള്ള പ്രതിഷേധം അറിയിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൃത്യമായ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ നൽകേണ്ടതാണ്. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൺസ്യൂമർക്കും അതുമായുള്ള ഉപഭോക്താക്കൾക്കും വാട്സപ്പ് വഴിയും മറ്റ് മെസ്സേജിംഗ് സംവിധാനങ്ങളിലൂടെയും മുന്നറിയിപ്പ് നൽകേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് വൈകിട്ട് 6:30 മുതൽ ഈ വരുന്ന 11 മണി വരെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് അവന്തിക. ഈ വരുന്ന ദിവസങ്ങളിലും ഈ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതിന്റെ സൂചന തന്നെയാണ് കെ.എസ്.ഇ.ബി. അധികൃതർ നൽകുന്നത്.